Everyone has a right to choose. That is there. അത് ഒരു വശം. പശുവിനെ കഴിക്കരുത് എന്നാൽ പോത്തിനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ തന്നെ മനുഷ്യന്റെ ആ ഒരു കാഴ്ചപ്പാട്. ഇപ്പം ഭാരതത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാണ്, കൗ എന്നുള്ളത് പറഞ്ഞത് കാരണം ഞാൻ എടുത്ത് പറയുകയാണത്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോടൊക്കെ ഉള്ള ഒരു ഡിറക്ഷൻ ആയിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട് കൗവിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അപ്പം ആ കാര്യത്തിൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം നോക്കി നടക്കുന്ന അത് മാത്രം ശരി എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ ദാറ്റ് ഇസ് ദയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ. നമ്മൾ വിശ്വാസം ഇത്രയും മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ്, സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു പഠനം അതെങ്ങനെയാണ്? ബുക്സ് വായിക്കുക ഇത് എന്നൊക്കെ പറഞ്ഞ പഠനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് അല്ലേ, നമ്മളുടെ സാധനയും ഇതും എല്ലാം തന്നെ. അപ്പം certain things in life I think are best kept clandestine. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു എനിഗ്മയാണ് അല്ലേ, അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭൂതിയാണ്. അപ്പം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു ഒരു ഭക്തന്മാർക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എപ്പോഴെങ്കിലും ദൈവത്തിനെ കണ്ട പോലെയോ അല്ലെങ്കിൽ ആ ഒരു പവർ, ആ ഒരു പ്രസൻസ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അത് എങ്ങനെയോ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് കണ്ണുനീരായിട്ട് ചിലപ്പം വരും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് പോലെ തോന്നും പല കാര്യങ്ങളും. സിനിമയുടെ പല ഇതിനും വേണ്ടാന്ന് തന്നെ വെച്ചാക്കില്ല, വേണ്ട അങ്ങനെ ഒരു ഡിസിഷനിലാണോ ഇപ്പോൾ? ഒരിക്കലും അല്ല. ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിനോടും ജീവിതത്തിൽ നോന്ന് പറഞ്ഞിട്ടില്ല. അത് സിനിമ മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും. പക്ഷെ പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണ് അല്ലേ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. സിനിമ ഇത്രയും ഈ ഇയേഴ്സിനുള്ളിൽ സിനിമയുടെ പല ഇതിനും വേണ്ടാന്ന് തന്നെ വെച്ചാക്കില്ല, വേണ്ട അങ്ങനെ ഒരു ഡിസിഷനിലാണോ ഇപ്പോൾ? ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും വേണ്ടാന്ന് വെച്ചിട്ടും ഇല്ല. ആണോ? വേണ്ടാന്ന് വെച്ചിട്ടില്ല ഇൻ ദ സെൻസ് കോൺഷ്യസ്ലി ദാറ്റ് ഐ വിൽ നോട്ട് ഡു എന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടുമില്ല. ഞാൻ സിനിമ ചെയ്ത കാലത്തും എനിക്ക് ഈ മീഡിയത്തോട് ഇഷ്ടമായിട്ട് തന്നെയാണ്. അതല്ലാതെ നമ്മൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്തതല്ലേ. അതും അങ്ങനെ സ്വാഭാവികമായിട്ട് ആ കാലത്ത് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ വന്ന് അപ്പോൾ പ്രേക്ഷകരെല്ലാരും ഒരു നർത്തകിയാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം അറിയുന്നത്. അതെ അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേക്ഷകരെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഷോ ഉണ്ട്. അതെ, ആങ്കറിങ് ഉണ്ടായിരുന്നു. അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോ ആയിരുന്നു മലയാളികൾക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമക്ക് അതും ഈ ഒരു ഓർഗാനിക് ഫ്ലോ ആയിരുന്നു അതും. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിനോടും ജീവിതത്തിൽ നോന്ന് പറഞ്ഞിട്ടില്ല. അത് സിനിമ മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും. പക്ഷെ പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണ് അല്ലേ. അത് നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ നമ്മൾ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. അതല്ലാതെ ഒരു ബ്ലാങ്കറ്റ് നോ ഒന്നും ഒരിക്കലും ജീവിതത്തിൽ ഒന്നിനോടും നമ്മൾക്ക് പറയാൻ സാധിക്കാത്ത കാര്യമാണ് അല്ലേ. നെവർ സേ നെവർ. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏത് കാര്യമാണെങ്കിലും, സിനിമ മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും. ഓക്കെ. ഈ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ മൂവിക്ക് മുന്നേയും ഞാൻ കേട്ടതാണ്, എനിക്കറിയില്ല എത്രത്തോളം സത്യം ഉണ്ടെന്ന്. ഞാൻ കേട്ടിരുന്നു ആ സമയത്ത് ഇതിനെക്കാട്ടിലും വേറെയും കുറേ സിനിമകൾ ആക്ച്വലി വിളിച്ചിട്ടുണ്ടായിരുന്നു വക്കീലേനെ. അത് സത്യമാണോ? അതിന് മുന്നേ പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ കാര്യസ്ഥന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്നാൽ ഈ സിനിമ ഞാൻ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ അപ്പൊ അഖില എടുത്തത്? കാര്യസ്ഥൻ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പഠിത്തവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണമാണ് ചെയ്യാൻ കഴിയാഞ്ഞത്. കാര്യസ്ഥൻ അതിനോട് യെസ് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് സ്പെഷ്യൽ മൂവി ആയിരുന്നു. ദിലീപേട്ടന്റെ 100ാമത്തെ ചിത്രമായിരുന്നു. അപ്പം ആദ്യമായിട്ട് തന്നെ എന്നെ അതിലേക്ക് വിളിക്കുമ്പോഴും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. സിബി കെ തോമസ്, ഉദയകൃഷ്ണ, ആ ടീമിന്റെ സിനിമയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ നെറേറ്റ് ചെയ്ത സമയത്ത് അറിയാലോ, സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇത് എങ്ങനെയായിരിക്കും സ്ക്രീനിൽ വരിക എന്നുള്ളൊരു കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് നോ പറയാനുള്ള ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. അതെ, എനിക്ക് തോന്നിയത് ആ ഒരു സമയത്ത് എനിക്ക് ഒത്തുവന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സമയത്തും ഒരു സ്ക്രിപ്റ്റുമായിരുന്നു കാര്യസ്ഥൻ എന്ന് തോന്നുന്നു. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു നറേഷൻ കേട്ടപ്പോൾ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തോന്നിയോ ഇത് ഇത്രയും ഹിറ്റ് ആവും ഈ ചിത്രം?
കാരണം ഫാമിലി എല്ലാവരും ഇരികെ നീട്ടി സ്വീകരിച്ച് അന്നത്തെ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ഹിറ്റ് തന്നെയായിരുന്നു ആ മൂവി. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് തോന്നിയോ ഈ എന്റെ ഫസ്റ്റ് സിനിമ ഹിറ്റ് ആവും അങ്ങനെ? അങ്ങനെ ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ സിനിമയാണ്. പിന്നെന്താണ്, ആ ഒരു സിനിമയിലുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സീനിയർ ആക്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആ സെറ്റ് തന്നെ ഇപ്പം സിനിമയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഫുൾനെസ് ഉണ്ടല്ലോ. നമുക്ക് ആ ഒരു കുടുംബത്തിന്റെയും ഒരു കൂട്ടുകുടുംബത്തിന്റെയും ഒരു ഒരു വൈബ്രൻസ് അത് ആ സെറ്റിലും ഉണ്ടായിരുന്നു. കാരണം ഓരോ ദിവസവും ഷൂട്ടില് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഹ്യൂജ് സെറ്റ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലെ യങ്ങസ്റ്റ് ആയിരുന്നു തോന്നുന്നു അന്ന് ആ കാലത്ത്. അപ്പൊ എവ്രി വൺ ടുക്ക് കെയർ ഓഫ് മീ റിയലി വെൽ, യു നോ, ലൈക്ക് ഐ വാസ് ദ യങ്ങസ്റ്റ് ആൻഡ് ഐ വാസ് വെരി വെൽ ടേക്കൺ കെയർ ഓഫ് ഓൺ ദാറ്റ് സെറ്റ്. ഓക്കെ. അതിന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിംഗ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിംഗ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അന്നത്തെ ആ ഒരു ദിവസം. GK പിള്ള സാറിനോടൊപ്പം ഉള്ള ഒരു സീനായിരുന്നു. ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് സീൻ അതായിരുന്നു. ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു. ഏതായിരുന്നു ആ സീൻ? അമ്പലത്തിലേക്ക് പോകുന്ന ഒരു സീൻ, നമ്മള് രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു സീൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. അതെ. എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ? ഭയങ്കര ടെൻഷനോ അല്ലെങ്കിൽ? ടെൻഷൻ ഉണ്ടായിരുന്നേ ഇല്ല. ടെൻഷൻ ഉണ്ടായിരുന്നതേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും വളരെ നല്ല കംഫർട്ടബിൾ ആക്കി അല്ലെ. എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഒക്കെ ഒരു കംഫർട്ടബിൾ സെറ്റ് ആയിരുന്നു അത്. ദിലീപേട്ടന്റെ കൂടെയുള്ള ആ ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ട്? ദിലീപേട്ടൻ എല്ലാവരും പറഞ്ഞറിയുമ്പോ ഒന്നാമതേ ദിലീപേട്ടൻ ഭയങ്കര കൗണ്ടർ പറയും, ഭയങ്കര ഹ്യൂമൻ സെൻസ് അല്ലേ. അപ്പൊ ഇങ്ങനെ കൗണ്ടർ പറയും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയുമ്പോൾ കൂടെ എന്തെങ്കിലുമൊക്കെ കളിയാക്കും. ദിലീപേട്ടൻ മാനറിസംസ് എല്ലാം അറിയാലോ. അപ്പോൾ ഫസ്റ്റ് ഒരു കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ദിലീപേട്ടന്റെ കൂടെയുള്ള ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ്? ദിലീപേട്ടൻ എന്നെ കാര്യസ്ഥന് മുൻപും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുൻപും ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ദിലീപേട്ടനായിട്ട്. ഞാൻ ആദ്യം ദിലീപ് സാർന്ന് വിളിച്ച സമയത്ത് തന്നെ ദിലീപ് സാർന്നൊന്നും വിളിക്കേണ്ട, ദിലീപ് ഏട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുൻപ് വേറൊരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അതിനു മുൻപ് സംസാരിച്ചിട്ടൊക്കെ ഉള്ള പരിചയം ഉണ്ട്. ഞാൻ പിന്നെ ഈ സ്ക്രിപ്റ്റ് കേൾക്കാൻ പോയ സമയത്തും കണ്ടിട്ടുണ്ട് ദിലീപേട്ടനെ. അപ്പം ഷൂട്ടൊക്കെ ആയപ്പോഴേക്ക് പിന്നെ ഒരു ഫസ്റ്റ് സീൻ എനിക്ക് തോന്നുന്നു ഈ ഒരു സീൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. GK പിള്ള സാറിനോടൊപ്പം അമ്പലത്തിൽ പോകുമ്പോൾ ദിലീപേട്ടനുള്ള ആ സീൻ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്തത്. ആ സമയത്ത് നല്ലൊരു അനുഭവമായിരുന്നു അത്. ഈ കൗണ്ടർ ചേട്ടൻ ചിലപ്പോൾ ഇവര് ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിവ് ആൻഡ് ടേക്ക് പോലെ കൗണ്ടർ പറയും. ചിലപ്പോൾ സീൻ വളരെ സീരിയസ് ആയിട്ടുള്ളത്, അല്ലെ ചിലപ്പം ഹ്യൂമർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സീൻ എടുക്കുകയാണെങ്കിലും ഇവരൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ഓരോന്നും ചെയ്യുകയും പറയുകയും, അത് ഇവര് പരിചയമുള്ള ആൾക്കാർ തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ പല സീൻസിലും ചെയ്യുന്ന പോലെ കേട്ടിട്ടുണ്ട്. അഖിലയായിട്ടുള്ള സീൻസിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പോട്ടിലായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഒരു പ്രോപ്പർ ഹ്യൂമർ ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു സീൻസ് നമ്മൾ തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല തോന്നുന്നു. ലൈക്ക് ഇപ്പം ശരിക്കുള്ള ഒരു സ്ലാപ്സ്റ്റിക് ടൈപ്പോ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഉണ്ടല്ലോ ആ സിനിമയില്. ഇപ്പം സുരാജേട്ടനായിട്ടുള്ള സീൻസ്, അതല്ലെങ്കിൽ യുനോ സലീമേട്ടനായിട്ടുള്ള സീൻസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉണ്ടായിട്ടുണ്ടല്ലോ. തുടങ്ങിയത് തകതിമയിലൂടെ തന്നെയാണ് വന്നത്. അന്ന് ഡാൻസ് നേരത്തെ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. ആ ഒരു ഇഷ്ടത്തോണ്ട് കൊണ്ടാണ് ഏഷ്യാനെറ്റിൽ അന്ന് അങ്ങനെ ഒരു ഡാൻസിന്റെ റിയാലിറ്റി ഷോ, വളരെ കുറച്ചാണ് ഡാൻസിന്റെ റിയാലിറ്റി ഷോസ് വന്നിട്ടുള്ളത്. പക്ഷേ അത് ഈ തകതിമി എന്ന് പറഞ്ഞ ഷോ ഭയങ്കര അധികം ശ്രദ്ധിക്കപ്പെട്ട ഹിറ്റ് ആയിട്ടുള്ളൊരു ഷോ തന്നെയായിരുന്നു. അതില് ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നിരുന്ന അഖില, അതിന് ഫൈനലിൽ വന്നു അല്ലെ, ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അഖില അല്ലെ. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് അഖിലയിൽ എത്രത്തോളം മാറ്റിയിട്ടുണ്ടാവണം അന്നത്തെ ആ ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ നിന്നും? അത് ഒരു ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരു കാര്യം, അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളില് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യമാണ് നൃത്തം എന്ന് പറയുന്നത് അല്ലെ. അതല്ലാത്ത ഒന്ന് എങ്ങനെയാണ്, അതില്ലാതെ നമ്മൾ എന്താണ് ഒരു വ്യക്തി എന്ന നിലയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഓർമ്മ പോലും ഇല്ലാത്ത കാലം തൊട്ട് അഭ്യസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് നമ്മളുടെ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളുടെ ഒരു ഇന്റഗ്രൽ ഭാഗമായി മാറിക്കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം അത് ഒരു നർത്തകി എന്ന രീതിയിൽ തന്നെ പ്രേക്ഷകര് ഇത്രയും വലിയ അളവിൽ അറിയാന്നുള്ളത് അന്ന് അതൊരു ഭാഗ്യമായിരുന്നു. ആൻഡ് നൃത്തത്തിന്റെ തന്നെ ഇപ്പം നമ്മളൊരു ക്ലാസിക്കൽ ഡാൻസറാണ്,
ശാസ്ത്രീയമായി പഠിച്ചതാണ്. അതിനു മുൻപും ഒരുപാട് സ്റ്റേജസും ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഗുരുക്കന്മാരോടൊപ്പവും അതല്ലാതെയും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ ഒരുപാട് സ്റ്റേജസ് പെർഫോം ചെയ്ത് ഒരു പ്രോപ്പർ ഗുരു സമ്പ്രദായത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള പഠിച്ചു വന്നിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ പഠിച്ചു വന്നതാണ്. പക്ഷേ തകതിമിയിൽ വന്നത് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതെ 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 ലക്ഷ്മി ഗോപാലസ്വാമി ഒക്കെ ഗോപിക മാം ഉണ്ടായിരുന്നു, അതെ, പിന്നെ വിനീതേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഫോംസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വേദിയായിരുന്നു. കാരണം അതുവരെ നമ്മൾ ഓഫ്കോഴ്സ് സിനിമാറ്റിക് ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇപ്പം അങ്ങനത്തെ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഹിപ്പ് ഹോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ടില്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ രാജസ്ഥാനി യുനോ ഫോക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള, അപ്പൊ അങ്ങനെയുള്ള കുറെ ഒരു കോമഡി റൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് ആദ്യമായിട്ട് ഒരു കോമിക് ടൈമിംഗ് വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് കൊറിയോഗ്രഫി ചെയ്തത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കൊറിയോഗ്രഫീസ് അപ്പാർട്ട് ഫ്രം എ ഫ്യൂ ഞാൻ സ്വന്തമാണ് ചെയ്തിട്ടുള്ളത് അതില്. ആണോ? അതെ. അപ്പൊ കൊറിയോഗ്രഫീസ് മോസ്റ്റ് ഓഫ് ഇറ്റ് മെജോറിറ്റി ബാറിംഗ് ഐ തിങ്ക് മേ ബി 2 or 3. അഖില വളരെയധികം വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ? നമുക്ക് അതിനെക്കുറിച്ചും കൂടെ സംസാരിക്കാം. ഇപ്പം സ്പിരിച്വൽ ആയിട്ട് ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ അഖില കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കുറേ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെയൊക്കെയുള്ള ഒരു യാത്ര, അതൊന്ന് പറയൂ. സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു കലാകാരി എന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ഏത് കലാരൂപങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്തും യു വിൽ ഓൾസോ നോ ദാറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സൈഡ് അതിന്റെ കൂടെ തന്നെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു കാര്യം ആണ് അല്ലെ? അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഭാരതീയമായിട്ടുള്ള ഏത് ശാസ്ത്രീയ നൃത്തരൂപമാണെങ്കിലും ഏത് കലാരൂപമാണെങ്കിലും അത് നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 4 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഭരതനാട്യം. അതെ, അഭ്യാസം. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വായന ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു വായനയിലൂടെ പിന്നെ സംസർഗം ഇതെല്ലാം അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. അപ്പം തികച്ചും ഒരു സ്പിരിച്വൽ പാത്തിലേക്കുള്ള ഒരു കാര്യം എടുത്തോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും വളരെ യാദൃശികമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടുതലും പ്രഭാഷണങ്ങളുടെ കാര്യം പറഞ്ഞു. നേരത്തെയും ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു പൊളിറ്റിക്കൽ വിഷയങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ എല്ലാം ആണ് സംസാരിക്കാറുള്ളത്. കൂടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു പാരലൽ ഡ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പം അതാണ് തോന്നുന്നു പലപ്പോഴും അതിന് വ്യക്തികൾ അതിനെ ആധ്യാത്മിക പ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ തികച്ചും അതാണ് എന്നുള്ളത് അങ്ങനെയൊന്നും ഉള്ള ഒരു അവകാശവാദങ്ങളും എനിക്കില്ല. ബട്ട് ദാറ്റ് എക്സ്പ്ലോറേഷൻ ഹാസ് സ്റ്റാർട്ടഡ് I think at a very early age through art forms, through books and things like that. ഇതെല്ലാം തമ്മിൽ വെൽ കണക്റ്റഡ് ആണ്. നമ്മൾ ഏതൊരു ആർട്ട് ഫോംസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തെല്ലാം നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോകും. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് വേദിയിൽ, അമ്പലങ്ങളിലൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് വേദിയിൽ നമ്മൾ പോയി പ്രഭാഷണം ചെയ്യുക, കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ കേട്ട് കളന്ന പോലെ നമ്മൾ കുറേയും കൂടി അതിനെ ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ? അധ്യയനം വേണം. അതെ, അങ്ങനെ ഒരു പഠിപ്പ് അല്ലെങ്കിൽ ഇത് നമ്മൾ വിശ്വാസം ഇത്രയും മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ്, സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു പഠനം അതെങ്ങനെയാണ്? ബുക്സ് വായിക്കുക ഇത് എന്നൊക്കെ പറഞ്ഞ പഠനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് അല്ലെ? നമ്മളുടെ സാധനയും ഇതും എല്ലാം തന്നെ. അപ്പം certain things in life I think are best kept clandestine, അതുണ്ട്. പിന്നെ പുറത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതും പഠിച്ചതും അതല്ലെങ്കിൽ നമ്മളുടെ ജീവിതചര്യയുടെ ഒരു ഭാഗവും കൂടെ ആയിട്ടുള്ള നമ്മളൊരു അവിഭാജ്യ ഘടകമായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് തികച്ചും തിയറിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ വളരെ ശുദ്ധമായിട്ട് ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഐ എം നോട്ട് ക്ലെയിമിങ് ഇറ്റ് ടു ബി എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇസ് ദർ എ ടിഞ്ച് ഓഫ് ഇറ്റ്? യെസ്. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരാളുടെ അടുത്ത് ഇപ്പം ഞാനും ഭയങ്കര ഒരു വിശ്വാസിയാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ വിശ്വസിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല ഇൻസിഡൻസിൽ നമുക്ക് തോന്നും നമ്മൾ ദൈവത്തിനെ കണ്ടു, അല്ലെ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം. അതൊരു പക്ഷെ പറയുമ്പം മറ്റുള്ളവർക്ക് അത് എത്രത്തോളം അതിൻ്റെ ഇത് മനസ്സിലാവണമെന്നില്ല. അഖിലയ്ക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എപ്പോഴെങ്കിലും
ദൈവത്തിനെ കണ്ട പോലെയോ അല്ലെങ്കിൽ ആ ഒരു പവർ, ആ ഒരു പ്രസൻസ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മളുടെ ആദ്യത്തെ കോൺവെർസേഷനും അതാണല്ലേ, വി സ്ട്രക്ക് വൈബ്. നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോഴും അമ്മയായിട്ടൊക്കെ സംസാരിച്ചത് ഇവിടെ ഏത് അമ്പലങ്ങളുണ്ട്, നമ്മളെ എല്ലാ അമ്പലങ്ങളെ കുറിച്ച്, ക്ഷേത്രങ്ങളെ കുറിച്ചാണ് തോന്നുന്നു സംസാരിച്ചത്. അങ്ങനെയാണ് തോന്നുന്നു അതാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ കോൺവെർസേഷൻ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മോഡേൺ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ പാരലൽസ് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ കണ്ടെത്തുമ്പോഴും എനിക്ക് അത് ഒരുപാട് കാര്യങ്ങൾ, ഈസ്റ്റേൺ മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഇവിടെയുള്ള കാര്യങ്ങൾ ഒരുപാട് പാരലൽസ് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം ഫിസിക്സിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് അതും കൂടിയാണ്. അത് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ, അത് പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിലെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എനിക്ക്. ഇനി ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, ഇതൊക്കെ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ, അതല്ലെങ്കിൽ there's a very ടൗല് ഒരു ഇത് പറയും, ദ ടൗ ദാറ്റ് കെൻ ബി സ്പോക്കൺ ഓഫ് ഇസ് നോട്ട് ദി ഇറ്റേണൽ ടൗ എന്നുള്ളത്. അതില് വളരെ, ഞാൻ റീസെന്റ് ഒരു ഡിസ്കഷൻ ചെയ്യുകയായിരുന്നു. അപ്പൊ അതിൽ നമ്മളെ കേണോപനിഷത്തിലും ഇതേപോലെ തന്നെ, അതായത് വാക്കിലൂടെ റിവീൽ ചെയ്യപ്പെടാൻ സാധിക്കാത്തതും, എന്നാൽ വാക്ക് എന്ത് കാരണത്താലാണോ റിവീൽ ചെയ്യപ്പെടുന്നത് അതാണ് ബ്രഹ്മം. നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല എന്നുള്ളത്. അപ്പം ഇതൊരിക്കലും നമ്മൾക്ക് വാക്കുകൊണ്ട് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ആ ടാവോലും അത് തന്നെയാണ് പറഞ്ഞത്. ദ ടാവോ വിച്ച് ക്യാൻ ബി സ്പോക്കൺ ഓഫ് ഇസ് നോട്ട് ദി ഇറ്റേണൽ ടാവോ. അപ്പൊ നമ്മൾ വാക്കിൽ എത്ര പറയാൻ ശ്രമിച്ചാലും അത് എന്താണ് എന്നുള്ള അതൊരു അനുഭൂതിയാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് ക്യാൻ നെവർ ബി ആർട്ടിക്യുലേറ്റഡ്. ആൻഡ് ഐ തിങ്ക് അതിന്റെ ബ്യൂട്ടി അത് തന്നെ, അതിന്റെ സൗന്ദര്യം അവിടെ തന്നെയാണ് ഉള്ളത്. കാരണം അത് എങ്ങനെയോ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് കണ്ണുനീരായിട്ട് ചിലപ്പം വരും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് പോലെ തോന്നും പല കാര്യങ്ങളും. നമ്മൾ പറയാനൊക്കെ ശ്രമിക്കും, ഇങ്ങനെയായിരുന്നു. അറ്റ് ബെസ്റ്റ് മേ ബി വി ക്യാൻ റൈറ്റ് എ പോയം. കാവ്യാത്മകമായിട്ട് നമുക്കതിനെ പറയാൻ സാധിക്കും. അവിടെയാണ് ഈ മിത്തോളജീന്റെയും ഒക്കെ ഉള്ള ഒരു സൗന്ദര്യം വരുന്നത്. കാരണം നമ്മൾക്ക് അൾട്ടിമേറ്റ് ട്രൂത്ത് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ അത് മിത്തായിട്ട് പറയുന്നതാണ് ഏറ്റവും ഈസി. അത് സിംബോളിക് ആയിട്ട് പറയുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ് അല്ലേ? കാരണം നമ്മൾക്ക് വളരെ പ്ലെയിൻ ഫാക്റ്റ് ആയിട്ട് പറയുന്നതിനേക്കാളും സിംബോളിക് ആയിട്ട് പറയുമ്പം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗണപതിയുടെ രൂപം അതെന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു വളരെ സിംബോളിക് ആയിട്ടുള്ള, വളരെ എസോട്ടറിക് ആയിട്ടുള്ള സിംബിളിസം ഉണ്ട് ആ രൂപത്തില്, അല്ലെ? ആ രൂപത്തിൽ കൂടെ നമ്മളത് വിവരിക്കുന്നു. അത് മൂലാധാരത്തിൽ നിന്നുള്ള ആ ഒരു സഹസ്രാരത്തിലേക്ക് ഉള്ള ഒരു എൻലൈറ്റൻമെന്റ്. ഒരു ആനയുടെ തലയാണെങ്കിൽ എക്സോൾട്ടഡ് ഇന്റലിജൻസ്. അപ്പം ആ ഏറ്റവും താഴ്ന്ന ഭൂമിയിൽ തറപറ്റി നിൽക്കുന്ന ആ ടെൻഡൻസീസിൽ നിന്ന് എങ്ങനെയാണോ ഒരു എക്സോൾട്ടഡ് ഇന്റലിജൻസിലേക്ക് ഉണരുന്നത് അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സിംബോളിക് രൂപമാണ് അങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ, ഇങ്ങനെയുള്ള വശങ്ങൾ, ഇങ്ങനെയുള്ള ഡയമെൻഷൻസ് ഇതെല്ലാം അതിനുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും വാക്കിൽ പറയാൻ സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ എത്ര പറഞ്ഞ് വർണ്ണിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് പൂർണ്ണമാവോ എന്നുള്ള കാര്യത്തില് അത് സംശയമാണ്. പക്ഷെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് ഏത് ഘട്ടത്തിലും അത് തോന്നും. നമ്മൾക്ക് യൂണിവേഴ്സ്, സംടൈംസ് വി ഫീൽ ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് സ്പീക്കിംഗ് ടു യു. വെരി ട്രൂ അല്ലേ? അതൊക്കെ വിശ്വാസമുള്ളവർക്ക് മാത്രം തോന്നുന്ന ഒരു തോന്നലാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഇതൊക്കെ വെറും നിങ്ങളുടെ വെറും തോന്നലുകൾ എന്ന് അവർ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ വിശ്വസിക്കുന്ന ആൾക്കാർ അതിലൂടെ കാണുന്ന ഒരു ഫീല് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ശരിക്കും അഖില പറയുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലും എന്താണെന്നറിയോ, നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളത്. നമ്മളുടെ സെൻസസിന് മാത്രം അല്ലെ, നമ്മൾക്ക് ഇപ്പം അറിയുന്ന നമ്മളുടെ സെൻസസ് വെച്ചിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയ ഒരു ചട്ടക്കൂടിന്റെ ലോജിക്കിൽ വെച്ചിട്ടാണോ നമ്മൾ ഇതിനെ തെറ്റാണ് ശരിയാണ് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത് എന്നുള്ളത് നമ്മളും കൂടെ ഒന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇന്നിപ്പോ മൾട്ടിവേഴ്സിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് അല്ലെ. ടൈം ഇസ് എൻ ഇല്യൂഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. ആൻഡ് ദിസ് ഇസ് ഓൾ സയൻസ്, ദിസ് ഇസ് മോഡേൺ ഫിസിക്സ്. വി ആർ എക്സ്പ്ലോറിംഗ് ഡിഫറെന്റ് ഡയമെൻഷൻസ്.
മറ്റ് പല ജീവികളും ഉണ്ട് നമ്മൾക്ക് കാണാൻ കഴിയാത്ത. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തന്നെ നമ്മൾക്ക് കാണുന്നതല്ലാത്തതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വേറെ ജീവികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതില്ല എന്നുള്ളതാണോ? നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചത് അത് സത്യമല്ലാതെ ആകുന്നില്ല അല്ലേ? അപ്പം അല്ലേ, അതാണ്. വെൽ സെറ്റ്. അപ്പോൾ ഈ അഖിലയുടെ പ്രഭാഷണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലതൊക്കെ. അതൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എത്ര ഭംഗിയായിട്ടാ അഖില അതിൻ്റെ ഒരു ഔട്ട് കൊടുക്കണത്. അത് പറയണ രീതി വളരെ ക്ലാരിറ്റിയോട് കൂടി, എന്നാൽ വളരെ ഷാർപ്പാണ്, വളരെ ക്ലിയർ ആണ്, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എത്ര നന്നായിട്ടാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഇതൊക്കെ ഞാൻ കുറേ നാളുകൾ എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ചോ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ? അതൊക്കെ വളരെ എന്താ പറയാ, നല്ല കഴിവ് വേണ്ടേ അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? താങ്ക് യു. യാ, ഓക്കെ. പിന്നെ അതുപോലെ വേറൊന്ന് ചോദിച്ചോട്ടെ ഇതിൻ്റെ കൂടെ. നമ്മൾ എനിക്കിത് കണ്ടപ്പോഴും ഒക്കെ തോന്നിയിട്ടുള്ള കാര്യമാണ്, ചിലർ പറയും എനിക്ക് ഇത്ര അധികം വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവർക്ക് നാളെ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടെ നമുക്ക് ചീത്തയായിട്ടുള്ള എന്തെങ്കിലും വരാൻ പോണു, അല്ലെങ്കിൽ നല്ലത് എന്തെങ്കിലും വരാൻ പോണു, അങ്ങനത്തെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഉൾവിളി, ഒരു ഇൻറ്റ്യൂഷൻ ചില ആൾക്കാർക്ക് പറയും. ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. ചില ആൾക്കാർ അത് അങ്ങനെ തോന്നിയാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അഖിലയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ച് ഇൻറ്റ്യൂഷൻ ഹൈറ്റൻഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലേ? നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷനിലേക്ക് ഞാനിത് പലപ്പോഴും പറയാറുമുണ്ട്, ദാറ്റ് വി നീഡ് ടു ടാപ്പ് ഇൻ ടു ഓൾ ആ ഫെമിനൻ ക്വാളിറ്റീസ് എന്നുള്ളത്. നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു ലോകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം സക്സസ് അതിൽ മാത്രം മെഷർ ചെയ്യപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുതൽ മാസ്കുലിൻ ആവുക, കൂടുതൽ വെട്ടിപ്പിടിക്കുക, അല്ലേ, ഫസ്റ്റ് വരിക, അതല്ലെങ്കിൽ ആക്രമിക്കുക, അതിലാണ് ഇപ്പൊ പ്രകൃതിയിലും നമ്മൾ കണ്ടുവരുന്ന ഈ ചേഞ്ചസ് എല്ലാം ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ്, അല്ലേ? കാരണം എല്ലാം ഡിസ്ട്രോയ് ചെയ്യാനും, കാരണം ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടായിരിക്കില്ല ഡിസ്ട്രോയ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ നമ്മളുടെ ആക്ഷൻസ് എല്ലാം അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഫെമിനിൻ ക്വാളിറ്റീസ് എവിടേക്കോ നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഒരു വലിയൊരു ഹൈറ്റൻഡ് ഫെമിനിൻ ക്വാളിറ്റിയാണ് ആർ ഇൻറ്റ്യൂഷൻ. ഐ തിങ്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ? ഡോണ്ട് യു തിങ്ക്? യെസ് അല്ലേ? എന്തായാലും ആ ഒരു എവിടെയോ വി ഡോണ്ട് നോ ദ ലോജിക്, നമ്മൾക്ക് കൃത്യമായിട്ട് ലോജിക്കലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, ദാറ്റ് ബട്ട് വി നോ സംവെയർ, യുനോ, പെട്ടെന്ന് വൈബ് പിക്ക് ചെയ്യും, പെട്ടെന്നൊരു കാര്യം ശരിയല്ലെങ്കിൽ അത് തോന്നും, അല്ലെ? ഇപ്പൊ വീട്ടിലുള്ള അമ്മമാരോടൊക്കെ തന്നെ അവസാനം വന്ന് ചോദിക്കുക, അമ്മേനെ ഇത് ചെയ്താലോ, ചെയ്യണ്ട, അവിടുന്ന് കറക്റ്റ് ആ ഒരു ഉത്തരം കിട്ടും. നമുക്ക് ശരിക്കും അത് നമുക്ക് ആ ഒരു പോസിറ്റീവ് അതാണോ, ഇത് നമുക്കുള്ളതാണോ, നമുക്ക് വേണ്ടിയതാണോ, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അത് ഏതെങ്കിലും ഒരു ദിവസം അത് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. സത്യം. അത് നമുക്കതൊന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ എന്ന വേറൊരാള് സെക്കൻഡ് പേഴ്സൺ വന്നിരിക്കുമ്പോ എങ്ങനെ ഇത് മനസ്സിലായിരുന്നു, അതിനൊന്നും നമുക്ക് ആൻസർ ഇല്ല, പക്ഷെ വി ക്യാൻ ഫീൽ ഇറ്റ്. അതെ, അല്ലേ? അതെ. ഓക്കെ. ഈ പറയുന്ന പോലെ ഈ ഇത്രയും വിശ്വാസമുള്ള ഒരു ആളെന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? നമ്മുടെ ഇപ്പം വിശ്വാസത്തിലൊക്കെ നമ്മുടെ ഇതിൽ പറയുന്നതാണ് പശുവിനെ കഴിക്കരുത്, നമ്മുടെ മൃഗങ്ങളുടെ കാര്യത്തിലേക്കും കൂടെ വരാം. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് പശുവിനെ കഴിക്കരുത് എന്നാൽ പോത്തിനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ തന്നെ മനുഷ്യന്റെ ആ ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് എന്താ അഖിലേക്ക് പറയാനുള്ളത്? കഴിക്കുന്ന കാര്യം എവ്രി വൺ ഹാസ് എ റൈറ്റ് ടു ചൂസ്, ദാറ്റ് ഇസ് ദെയർ. അത് ഒരു വശം അതിൻ്റെ. മറ്റേ ഇപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാൻ മാറിയതാണ് വെജിറ്റേറിയൻ ആയിട്ട്. ഇപ്പം ഏകദേശം 17 വർഷമായിട്ട് ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പം നമ്മളുടെ ശാസ്ത്രങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ചാന്തോക്യ ഉപനിഷത്തിലാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഭക്ഷണം ശുദ്ധമാണെങ്കിൽ, നമ്മളുടെ ഭക്ഷണം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻ്റലക്റ്റ് സ്റ്റഡി ആവും. ഈ ഇൻ്റലക്റ്റ് സ്റ്റഡി ആവുന്ന സമയത്താണ് മറ്റ് ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് മോചനം ലഭിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഭഗവത്ഗീതയിലാണ് എന്നുണ്ടെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച്, മിതമായ ഭക്ഷണം, നല്ല ഉറക്കം, നമ്മളുടെ ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഒരു നല്ല ഹാബിറ്റായിട്ട് നമ്മളുടെ ജീവിതത്തിലൊക്കെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ഫീൽ ഇസ് റൈറ്റ്, അല്ലെ? അതുണ്ട്. ഇപ്പൊ കൗവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഐ തിങ്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 48 ആണ് തോന്നുന്നു, കൗ സ്ലോട്ടറിനെതിരെയും
ഇപ്പം ഭാരതത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാണ്, കൗ എന്നുള്ളത് പറഞ്ഞത് കാരണം ഞാൻ എടുത്ത് പറയുകയാണത്. അത് ശരിക്കും എൻഫോഴ്സിബിൾ അല്ലാന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോടൊക്കെ ഉള്ള ഒരു ഡിറക്ഷൻ ആയിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട് കൗവിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അപ്പം ആ കാര്യത്തിൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം നോക്കി നടക്കുന്ന, അത് മാത്രം ശരി എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ ദാറ്റ് ഇസ് ദയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ. Though not enforceable or a fundamental right, പക്ഷേ directive principles of state പോളിസിയിൽ അത് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ രാജ്യത്തുള്ള ഒരു മെജോറിറ്റി സെക്ഷനും വളരെ ഒരു ഡിവിനിറ്റി ആയിട്ട് കാണുന്ന, അതിന് പല വശങ്ങളും, അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളതിന് പല, ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോർഡ് ഇൻ ഡീറ്റെയിൽ, ദാറ്റ് ഇസ് ദർ. പക്ഷെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആ ഒരു സെന്റിമെന്റ് ഉള്ള ഒരു കാര്യമാണല്ലോ അതില്. അപ്പം that is something I think we respect the sentiments of others also. ഓക്കെ. അപ്പൊ മനുഷ്യർക്ക് അതിനോടുള്ള ഒരു അനുഭാവം ഉണ്ടല്ലോ, അത് വേണം, അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരു വെജിറ്റേറിയൻ ആണ്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താ എന്ന് വെച്ചാൽ, നമ്മൾ എത്രയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കോംപ്ലെക്സിറ്റി കുറയ്ക്കുന്നുവോ അത്രയും നമ്മൾ അലേർട്ട് ആവും എന്നുള്ളതാണ്. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഞാൻ അതെന്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇപ്പം നമ്മൾക്ക് സർവൈവലിന് വേണ്ടിയിട്ടാണല്ലോ ഭക്ഷണം. പിന്നെ നമ്മളത് എന്റർടൈൻമെന്റ് ഇൻ ദ സെൻസ് ഫോർ ആർ സെൻസസ് അതിലേക്ക് എടുക്കുന്നതിലാണ് ആ കോംപ്ലെക്സ് പ്രോട്ടീൻ വരുന്ന ഒരു കാര്യം. അപ്പം ഒരു ഇമോഷനും കൂടെ ഉള്ള ഒരു ജീവിനെ കഴിക്കുന്ന സമയത്ത്, ആ ഒരു ജീവിനെ കൊല്ലുന്ന സമയത്തായാലും അല്ലെങ്കിൽ അതിന് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമ്മളും ഇൻജസ്റ്റ് ചെയ്യുകയാണ്. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇഫ് യു ആർ ഈറ്റിംഗ് ഇറ്റ്, സോ യു ആർ ഇൻജസ്റ്റിംഗ് ദാറ്റ് ഓൾസോ. അപ്പം ഈ ഒരു കാര്യത്തിന്റെ നമ്മളുടെ ഉള്ളിൽ എന്ത് ഇപ്പം നമ്മൾ ശ്രവിക്കുകയാണെങ്കിലും, നമ്മൾ നല്ല വാക്കുകൾ ശ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ യു, അല്ലേ? അതെ. വാക്കുകളാണെങ്കിലും നമ്മൾക്കൊരു ബ്യൂട്ടിഫുൾ ഇമേജറി കണ്ടു കഴിഞ്ഞാൽ, ഒരു മൗണ്ടൻസിൽ പോയാലോ അല്ലെങ്കിൽ ഒരുപാട് ഗ്രീനറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സുഖമല്ലേ? അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോയിട്ട് നല്ലൊരു കാറ്റൊക്കെ ഒന്ന് കൊണ്ട് ആ വെള്ളം കണ്ട്, അല്ലെ, പഞ്ചഭൂതങ്ങളായിട്ടൊക്കെ നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി വരും. എന്തൊരു ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മൾക്കൊരു ഇത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയിലുള്ള ഏത് കാര്യങ്ങളും നമ്മൾ വാക്കുകൾ ശ്രവിക്കുകയാണെങ്കിൽ, നമ്മൾ കാണുന്ന കാഴ്ചകളാണെങ്കിൽ, ഇതെല്ലാം നമ്മൾ ഇൻജസ്റ്റ് ചെയ്യാണ്. വി ആർ ടേക്കിംഗ് ഇറ്റ് ഇൻ ടു അവർ സെൽസ്. സോ സിമിലർലി ദ ഫുഡ്, വെരി ട്രൂ, അല്ലേ? അപ്പം അത് നമ്മളുടെ ഒരു ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന സാത്വിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇറ്റ് വിൽ ഡിറ്റർമിൻ ദ പേഴ്സൺ ദാറ്റ് യു ആർ. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു 17 years ആയിട്ടാണ് അഖിലേൻ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞു. സോ ബിഫോർ, അതിന്റെ മുന്നത്തെ അഖിലേനും ഇപ്പോഴത്തെ അഖിലേനും തമ്മിൽ നോക്കുമ്പോൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് വളരെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ആ കാലത്ത് അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. കുറെ കാലങ്ങളിൽ ഞാൻ പീരിയഡ്സ് ഞാനിങ്ങനെ കഴിക്കാതെ ഇരുന്നിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്നതിന് ശേഷം, ഞാൻ കുറെ വർഷം വെസ്റ്റ് ഏഷ്യ ആസ് വി കോൾ ഇറ്റ്, അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമാണ് കുറെ ഇങ്ങനെ പീരിയഡ്സിൽ ഞാനിങ്ങനെ കഴിക്കാതിരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐ ടുക്ക് ദിസ് ഡിസിഷൻ ദാറ്റ് ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഹാവ് ദിസ് എന്നുള്ളത്. അപ്പം അന്നും ഇന്നുമായിട്ട് എനിക്ക് പേഴ്സണലി വളരെയധികം വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ദിസ് ഇസ് ലോങ് ബാക്ക് നൗ. അപ്പൊ എനിക്കത് കഴിച്ച കാലം ഓർമ്മയില്ല സത്യം പറഞ്ഞ. ഓക്കെ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെ വല്ല ഫംഗ്ഷൻസിന് പോകുമ്പോഴോ ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരിരുന്ന് ഒരേ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് സ്മെല്ല് വരുമ്പോ അങ്ങനെ സ്മെൽ ഒക്കെ വരുമ്പം ചില സമയത്തൊക്കെ ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടും സ്ഥലം അനുസരിച്ചിട്ടും ഒക്കെയാണ്. പക്ഷെ അത് ഇപ്പം അത് ഓരോരുത്തരുടെ ചോയ്സസ് ആണല്ലോ. ഓക്കെ. നമ്മളിപ്പോ കുറെ ഇതിനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോ കുറച്ച് സീരിയസ് ആയിപ്പോയി. ഇനി നമുക്ക് കുറച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പോ അഖില ശശിധരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയ നായിക, ഈ അഖില ശശിധരന്റെ ഇപ്പോഴത്തെ ഒരു നോർമൽ ഡേ എങ്ങനെയാണ്? ആ ഒരു റുട്ടീൻ ഒന്ന് പറയാമോ? നോർമൽ റുട്ടീൻ ഡിപ്പെൻസ്. ഇപ്പം ഒരു പ്രോഗ്രാം ഉള്ള ദിവസമാണെങ്കിൽ വേറെ, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അത് വേറെ. ഇപ്പം നോർമലി ഇപ്പം ഞാനിപ്പോ ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുക. പിന്നെ അത് ഡിപ്പെൻസ്. സംടൈംസ് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ലേറ്റ് ആയിട്ടും ഇരിക്കാറുണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയത്ത് ലേറ്റ് ആയിട്ടും ഇരിക്കാറുണ്ട്. അപ്പോൾ ദാറ്റ് വിൽ വേരി. അപ്പോൾ രാവിലെ എണീച്ച് യൂഷ്വലി എന്തെങ്കിലും നമ്മളുടെ സാധനാ പരിപാടികൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്,
പിന്നെന്താണ്, പിന്നെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം, എന്തെങ്കിലും അപ്കമിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല. പിന്നെ പഠനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതും ഇതൊക്കെ ഇങ്ങനെ കോഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പം അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ വൈകുന്നേരങ്ങളിൽ പിന്നെ ഭക്ഷണം ആ രീതിയിൽ പോവും. വൈകുന്നേരങ്ങളിൽ ഇപ്പൊ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ കളരിയിൽ പോവും, അത് സ്ഥിരമായിട്ട് പോവും. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡെയിലി ഒരു ആവറേജ് ഡേ ഇൻ മൈ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇപ്പോഴും ഷോസും കാര്യങ്ങളും അതൊക്കെ സ്റ്റേജ് ഷോസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ കേരളത്തിൽ കുറവാണ്. ബട്ട് ഐ ഇന്റൻഡ് ടു ഗെറ്റ് ആക്റ്റീവ് ഹിയർ. ഓക്കെ. കൂടുതലും പുറത്താണോ അതോ പുറത്ത്? അതെ, ആയിരുന്നു ഇതുവരെ. ആണോ? വിതിൻ ഇന്ത്യ. ഓ, ഓക്കെ. അപ്പം ഈ ഷോസും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോഴും നേരത്തെ കൂടെ അഭിനയിച്ച ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ ഫിലിം ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളെയോ അങ്ങനെയൊക്കെ കാണാറുണ്ടോ? ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. കാരണം കേരളത്തിൽ അത്ര ഇല്ലല്ലോ. കേരളത്തില് അങ്ങനെ അത്ര അപ്പൊ കാണാറുണ്ട്. ഇപ്പം ചിലരൊക്കെ ഞാൻ അങ്ങനെ ഇപ്പം യാദർശികമായിട്ട് ഇപ്പൊ ഓരോ ഇവന്റ്സിനൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കാണാറുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ആയിട്ടും സ്റ്റിൽ കണക്ഷൻ ഉണ്ടോ? ആരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണോ ചോദിക്കുന്നത്? ഒരു വളരെ ഇതായിട്ടുള്ള ഡീപ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഓൾ ദാറ്റ് നോട്ട് റിയലി. പക്ഷേ സംസാരിക്കാറുണ്ടോ? യാ, ദർ ആർ മെനി പീപ്പിൾ ഹൂം കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പീപ്പിൾ വിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇൻ എ മെസ്സേജ്. സോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഇസ് ദർ ആൻഡ് എവറിബഡി ഈസ് ജസ്റ്റ് എ ക്ലിക്ക് അവേ അല്ലേ. അമ്മയിലെ മെമ്പർ ഒന്നും അല്ല അഖില, ആണോ? അമ്മയുടെ മെമ്പർ അല്ല. അല്ല. ഓക്കെ. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാം കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വരാറില്ല. ഓക്കെ. അപ്പോ അഖില നല്ലൊരു എന്താ പറയാ, എല്ലാ അർത്ഥത്തിലും വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇനിയും അഖിലയ്ക്ക് ഈ പറയുന്ന മലയാള സിനിമ ഞങ്ങൾ എല്ലാവരും അഖിലേനെ ബിഗ് സ്ക്രീനിലൂടെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നല്ല പ്രൊജക്ട് അഖില വിചാരിക്കുന്ന പോലെ, അഖിലയുടെ മനസ്സിന് ഇഷ്ടമാവുന്ന പോലെ തന്നെ നല്ല നല്ല പ്രൊജക്ടുകൾ അഖിലിനെ തേടി എത്തട്ടെ. ഞങ്ങൾക്ക് ബിഗ് സ്ക്രീനിലൂടെ അഖിലിനെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഒപ്പം അഖില വളരെ പാഷനറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന നമ്മൾ പറഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അഖിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നും വിഷ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് നല്ല വേറൊരു പാട്ടും കൂടെ അഖിലയിൽ നിന്ന് നമുക്ക് കേൾക്കണ്ടേ? है कोई तो वजह जो जीने का मजा यूं आने लगा, ये हवाओं में है क्या थोड़ा सा जो नशा यूं छाने लगा, पूछो ना पूछो मुझे क्या हुआ है तेरी राहों में आकर, पूछो ना पूछो मुझे क्या मिलेगा तेरी बाहों में आकर, ये इश्क हाय बैठे बिठाए जन्नत दिखाए, हाँ हो रामा ये इश्क हाय बैठे बिठाए जन्नत दिखाए, हाँ तोड़ी मैंने सारे ही बंधन जमाने तेरे, तोड़ूंगी ना मैं वादा, आधा हिस्सा मेरी तो दिल की कहानी का तू पिया मैं बाकी आधा, देखो ना देखो मुझे क्या हुआ है तेरी यादों में खोकर, पूछो ना पूछो मुझे क्या मिलेगा तेरी बातों में जीकर, ये इश्क हाय बैठे बिठाए जन्नत दिखाए, हाँ. സൂപ്പർ, നന്നായി പാടി. നല്ല രസമുണ്ടായിരുന്നു അഖില, നല്ല രസമുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് ചോദിക്കാൻ പറ്റില്ല, അതും കൂടെ ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഖില, വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അഖില വളരെ കൃഷ്ണഭക്തിയാണെന്നും കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ തന്നെ അഖിലിനെ കാണിക്കുമ്പോൾ തന്നെ കൃഷ്ണഭക്തിയായിട്ടാണ് കാണിക്കുന്നത്. റിയൽ ലൈഫിലും ശരിക്കും അഖില ഒരു കൃഷ്ണഭക്തിയാണോ? തീർച്ചയായിട്ടും ആണ്. അതെ. ഓക്കെ. ആ സിനിമയിലെ ആ ഒരു ഫസ്റ്റ് സീക്വൻസ് നമ്മൾ കാണുന്നത്, അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയൂ അഖില. അതെ, എനിക്ക് അന്ന് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത്. കാരണം ഞാൻ ആദ്യമായിട്ട് വരുന്ന എന്റെ പാട്ട് ബിഗ് സ്ക്രീനില്, കാരണം കാര്യസ്ഥൻ ആദ്യത്തെ സിനിമയാണല്ലോ, അപ്പം അത് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സീനാണ് വരുന്നത് എന്നുള്ളത് അന്ന് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കൃഷ്ണഭക്തി തന്നെയാണ്, വീട്ടിലും എല്ലാവരും കൃഷ്ണഭക്തന്മാരാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു എനിഗ്മയാണ് അല്ലെ, അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭൂതിയാണ്. അപ്പം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു
ഒരു ഭക്തന്മാർക്കേ ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് ഇരിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു രൂപം, അതിൽ നിന്ന് ഒരു ആനന്ദാശ്രുവായിട്ട് നമ്മൾക്ക് ഒരു കണ്ണിൽ നിന്ന് വരുന്നത് ആ ഒരു എക്സ്പീരിയൻസിന്റെ ആ ഒരു എനിഗ്മ, കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു എനിഗ്മയുടെ എക്സ്പീരിയൻസ് ആണത്.